കേരള നവോത്ഥാനത്തിൽ 2021 മുതൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ശ്രീരാമകൃഷ്ണ മിഷന്റെ കേരള ഘടകത്തിന്റെ സജീവ പ്രവർത്തകനായിരുന്ന നവോത്ഥാന നായകൻ ആരാണ്? ആഗമാനന്ദ സ്വാമികൾ. ശ്രീനാരായണ മിഷൻ കേരള ഘടകത്തിന്റെ സജീവ പ്രവർത്തകനായിരുന്ന നവോത്ഥാന നായകനാണ് ആഗമാനന്ദ സ്വാമി. സിസ്റ്റേഴ്സ് ഓഫ് ദി കോൺഗ്രിഗേഷൻ ഓഫ് ദി മദർ ഓഫ് കാർമൽസ് CMC എന്ന സന്യാസിനി സഭ സ്ഥാപിച്ചതാര്? കുര്യാക്കോസ് ഏലിയാസ് ചാവറ. വാഴത്തട വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നവോത്ഥാന നായകനാര്? വാഴത്തട വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നവോത്ഥാന നായകൻ കുര്യാക്കോസ് ഏലിയാസ് ചാവറ. തിരുനാൾ കുമ്മി എന്ന കൃതിയിലെ കർത്താവ്? പണ്ഡിറ്റ് കറുപ്പൻ. മയ്യഴി ജനകീയ സമരത്തിന് നേതൃത്വം കൊടുത്തത്? IK കുമാരൻ മാസ്റ്റർ. മയ്യഴി ജനകീയ സമരത്തിന് നേതൃത്വം കൊടുത്തത് IK കുമാരൻ മാസ്റ്റർ. എടച്ചേന കുങ്കൻ നായർ, തലയ്ക്കൽ ചന്തു, കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, കൈതേരി അമ്പു എന്നിവർ ഏതു കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പഴശ്ശി കലാപം. ഒന്നുകൂടി നോക്കാം. ശ്രീരാമകൃഷ്ണ മിഷന്റെ കേരള ഘടകത്തിലെ സജീവ പ്രവർത്തകനായിരുന്ന നവോത്ഥാന നായകനായിരുന്ന ആഗമാനന്ദ സ്വാമികൾ. സിസ്റ്റേഴ്സ് ഓഫ് ദി കോൺഗ്രിഗേഷൻ ഓഫ് ദി മദർ ഓഫ് കാർമൽ എന്ന സന്യാസിനി സഭ സ്ഥാപിച്ചത് ആര്? കുര്യാക്കോസ് ഏലിയാസ് ചാവറ. വാഴത്തട വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നവോത്ഥാന നായകൻ കുര്യാക്കോസ് ഏലിയാസ് ചാവറ. തിരുനാൾ കുമ്മി എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്? പണ്ഡിറ്റ് കറുപ്പൻ. മയ്യഴി ജനകീയ സമരത്തിന് നേതൃത്വം കൊടുത്തതാണ് IK കുമാരൻ മാസ്റ്റർ. എടച്ചേന കുങ്കൻ നായർ, തലയ്ക്കൽ ചന്തു, കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, കൈതേരി അമ്പു എന്നിവർ ഏതു കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പഴശ്ശി കലാപം. അയ്യങ്കാളി ജനിച്ച ദിവസം? 1863 ഓഗസ്റ്റ് 28. 1863 ഓഗസ്റ്റ് 28-നാണ് അയ്യങ്കാളി ജനിച്ചത്. സമപന്തി ഭോജനം സംഘടിപ്പിച്ചതാര്? വൈകുണ്ഠസ്വാമി. വൈകുണ്ഠസ്വാമിയാണ് സമപന്തി ഭോജനം സംഘടിപ്പിച്ചത്. അക്കാമ ചെറിയാൻ എന്ന പുസ്തകം എഴുതിയത്? R പാർവതി ദേവി. അക്കാമ ചെറിയാൻ എന്ന പുസ്തകം എഴുതിയത് R പാർവതി ദേവി. ആഗമാനന്ദ അന്തരിച്ച വർഷം? 1961. 1961-ലാണ് ആഗമാനന്ദ അന്തരിച്ചത്. 1980 അയ്യങ്കാളി പ്രതിമ വെള്ളയമ്പലത്ത് അനാച്ഛാദനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ഇന്ദിരാഗാന്ധി. 1980 അയ്യങ്കാളി പ്രതിമ വെള്ളയമ്പലത്ത് അനാച്ഛാദനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകൻ ആര്? വൈകുണ്ഠസ്വാമികൾ. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. അയ്യങ്കാളി ജനിച്ച ദിവസം എന്നായിരുന്നു? 1863 ഓഗസ്റ്റ് 28. സമപന്തി ഭോജനം നടത്തിയത്? വൈകുണ്ഠസ്വാമികൾ. അക്കാമ ചെറിയാൻ എന്ന പുസ്തകം എഴുതിയത്? R പാർവതി ദേവി. ആഗമാനന്ദ അന്തരിച്ച വർഷം? 1961. 1980 അയ്യങ്കാളി പ്രതിമ വെള്ളയമ്പലത്ത് അനാച്ഛാദനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകനാണ് വൈകുണ്ഠസ്വാമികൾ. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് A വിഭാഗത്തിൽ യോജിച്ചവ B വിഭാഗത്തിൽ നിന്നും കണ്ടെത്തി ചുവടെ നൽകിയിരിക്കുന്ന കോഡുകളിൽ നിന്നും ഉത്തരം കണ്ടെത്തുക. C ആണ് ആൻസർ വരുന്നത്. 3, 4, 1, 2. A 3 ആണ്. അതായത് വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം. അയ്യൻകാളി സാധുജന പരിപാലന സംഘം. വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാസംഘം. VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ. താഴെ കൊടുത്തിരിക്കുന്നത് ബ്രിട്ടീഷുകാർക്ക് എതിരെ കേരളത്തിൽ നടന്ന കലാപങ്ങളിൽ ആദ്യത്തേത്? ആറ്റിങ്ങൽ കലാപം. തേഫാഗ സമരം ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബംഗാൾ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമില്ലാത്ത നേതാക്കന്മാർ ആരെല്ലാം? സിദ്ധു കാനു. അടുത്ത വൈകുണ്ഠസ്വാമിയുമായി ബന്ധമില്ലാത്തതേത്? വില്ലുവണ്ടി സമരം നയിച്ചു എന്നുള്ളതാണ് ബന്ധമില്ലാത്തത്. വില്ലുവണ്ടി സമരം അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ടാണ്. വൈകുണ്ഠസ്വാമിയുമായി ബന്ധമുള്ളത് ഏതൊക്കെയാണ്? സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചു. ക്ഷേത്രപ്രവേശന നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി. മേൽമുണ്ട് ധരിക്കൽ
നിരോധത്തിനെതിരെ ശബ്ദമുയർത്തി. അടുത്ത ക്വസ്റ്റ്യനാണ്. അടുത്ത ക്വസ്റ്റ്യൻ. എ.കെ. ഗോപാലൻ്റെ നേതൃത്വത്തിൽ നടന്ന പട്ടിണി ജാഥ എവിടെ മുതൽ എവിടെ വരെയായിരുന്നു? കണ്ണൂർ മുതൽ മദ്രാസ് വരെയായിരുന്നു. എ.കെ. ഗോപാലൻ്റെ നേതൃത്വത്തിൽ നടന്ന പട്ടിണി ജാഥ എവിടെ മുതൽ എവിടം വരെയായിരുന്നു? കണ്ണൂർ മുതൽ മദ്രാസ് വരെ. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നതിൽ തെറ്റായ ബന്ധം ഏതാണ്? വാഗ്ഭടാനന്ദൻ സമത്വസമാജം എന്നുള്ളതാണ് തെറ്റ്. സമത്വസമാജം വൈകുണ്ഠസ്വാമികളാണ്. അയ്യങ്കാളി സാധുജന പരിപാലന സംഘം, വക്കം അബ്ദുൽ ഖാദർ മൗലവി, തിരുവിതാംകൂർ മുസ്ലിം മഹാസഭ. ആത്മവിദ്യാ സംഘമാണ് വാഗ്ഭടാനന്ദൻ, സമത്വസമാജം വൈകുണ്ഠസ്വാമികൾ. അടുത്തത്. കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് പട്ടിണി ജാഥ നടത്തിയതാരാണ്? എ.കെ. ഗോപാലൻ. കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ചത് എ.കെ. ഗോപാലൻ. 1921 അഖില കേരള അടിസ്ഥാനത്തിലുള്ള പ്രഥമ രാഷ്ട്രീയ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? ഒറ്റപ്പാലം. ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് വെണ്ണീജ ഭരണം എന്ന പ്രയോഗത്തിൽ പ്രകടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവാരാണ്? വൈകുണ്ഠസ്വാമികൾ. ഋതുമതി എന്ന നാടകത്തിൻ്റെ രചയിതാവാണ് പ്രേംജി. തിരുവിതാംകൂർക്ക് എന്ന ആശയത്തോടുകൂടി ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ട നിവേദനം ഏതായിരുന്നു? മലയാളി മെമ്മോറിയൽ. തിരുവിതാംകൂർക്കാർക്ക് എന്ന ആശയത്തോടുകൂടി ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ട നിവേദനം മലയാളി മെമ്മോറിയൽ ആയിരുന്നു. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് മാരംകുളം എന്ന സ്ഥലത്ത് നിന്ന് കുളത്തൂർ കുന്നിലേക്ക് ഒരു യുദ്ധവിരുദ്ധ ജാഥ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവാരായിരുന്നു? കുമാരഗുരുദേവൻ. പൊയ്കൽ യോഹന്നാൻ അഥവാ കുമാരഗുരുദേവനായിരുന്നു. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് മാരംകുളം എന്ന സ്ഥലത്ത് നിന്ന് കുളത്തൂർ കുന്നിലേക്ക് ഒരു യുദ്ധവിരുദ്ധ ജാഥ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ്. സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി കേരളത്തിൽ കെ. കേളപ്പന്റെ നേതൃത്വത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്നത് എവിടെ വെച്ചാണ്? പയ്യന്നൂർ. 1904 അധസ്ഥിതർക്കു വേണ്ടി ഒരു വിദ്യാലയം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവാരാണ്? അയ്യങ്കാളി. കയ്യൂർ സമരം നടന്ന വർഷം 1941 മാർച്ച് 28. കയ്യൂർ സമരം നടന്നത് 1941 മാർച്ച് 28. കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ചത് എ.കെ. ഗോപാലൻ. 1921 അഖില കേരളാടിസ്ഥാനത്തിലുള്ള പ്രഥമ രാഷ്ട്രീയ സമ്മേളനം നടന്നത് ഒറ്റപ്പാലത്ത് വെച്ച്. ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് വെണ്ണീജ ഭരണം എന്ന പ്രയോഗത്തിലൂടെ പ്രകടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമികൾ. ഋതുമതി എന്ന നാടകത്തിൻ്റെ രചയിതാവ് പ്രേംജി. തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തോടുകൂടി ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ട നിവേദനം മലയാളി മെമ്മോറിയൽ. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് മാരംകുളം എന്ന സ്ഥലത്തു നിന്ന് കുളത്തൂർ കുന്നിലേക്ക് ഒരു യുദ്ധവിരുദ്ധ ജാഥ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് കുമാരഗുരുദേവൻ. സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി കേരളത്തിൽ കെ. കേളപ്പന്റെ നേതൃത്വത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്നത് പയ്യന്നൂരിൽ വെച്ച്. 1904 അധസ്ഥിതർക്കു വേണ്ടി ഒരു വിദ്യാലയം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് അയ്യങ്കാളി. 1904. കയ്യൂർ സമരം നടന്ന വർഷം 1941 മാർച്ച് 28. കയ്യൂർ സമരം നടന്ന വർഷം 1941 മാർച്ച് 28. താഴെ കൊടുത്തിരിക്കുന്നത് ശരിയല്ലാത്തത്. ശരിയല്ലാത്ത 2 മാത്രം. ബാല്യ സത്യാഗ്രഹം, വക്കം അബ്ദുൽ ഖാദർ. തെറ്റാണ്. ശരി ഏതൊക്കെയാണ്? വൈക്കം സത്യാഗ്രഹം ടി. കെ. മാധവൻ, ഗുരുവായൂർ സത്യാഗ്രഹം കെ. കേളപ്പൻ. താഴെ തന്നിരിക്കുന്നവയിൽ ചട്ടമ്പിസ്വാമിയുടെ രചനകൾ ഏവ? 1ഉം 4ഉം. വേദാധികാര നിരൂപണവും ആദിഭാഷ്യവും. ശക്തൻ തമ്പുരാന്റെ ഭരണവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ ഏവ? 1, 2, 4. കോവിലത്തും വാതുക്കൽ തൃശ്ശൂർ പൂരം ആരംഭിച്ചു. കൂടൽമാണിക്യ ക്ഷേത്രം പുതുക്കിപ്പണിതു. സമത്വ സമാജം എന്ന സംഘടനയുടെ സ്ഥാപകനാരാണ്? വൈകുണ്ഠസ്വാമികൾ. സമത്വ സമാജം വൈകുണ്ഠസ്വാമികൾ. കണ്ണീരും കിനാവും ഇ.ടി. ഭട്ടതിരിപ്പാട്. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും മലബാർ കലാപവുമായി ബന്ധമില്ലാത്ത ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയും 1919 ഏപ്രിൽ 13 നടന്ന സംഭവം. അത് ശരിയല്ല. ശരിയായിട്ടുള്ളത് വാഗൺ ട്രാജഡി. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, സീതിക്കോയ തങ്ങൾ എന്നിവർ നേതാക്കളായിരുന്നു. കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് അയ്യങ്കാളി. കല്ലുമാല സമരം അയ്യങ്കാളി. സവർണ ജാഥ സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് മന്നത്ത് പത്മനാഭൻ. താഴെ കൊടുത്തിരിക്കുന്നത് ശരിയായ കാലഗണന ക്രമത്തിലുള്ളത് കണ്ടെത്തി എഴുതുക. വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം,
ക്ഷേത്രപ്രവേശന വിളംബരം, പാലിയം സത്യാഗ്രഹം. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം 1946. പുന്നപ്ര വയലാർ സമരം 1946. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരം. മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലം അനുവദിച്ച നിയമമാണ് മിന്റോ-മോർലി പരിഷ്കാരങ്ങൾ. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഗാന്ധിജി വെടിയേറ്റ് മരിച്ചത് 1948 ജനുവരി 30. ചെമ്പഴന്തി ഗ്രാമത്തിൽ ജനിച്ച കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരു. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്ന സ്ഥലം പയ്യന്നൂർ. 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവ് EMS നമ്പൂതിരിപ്പാട്. ഉത്തേജനം എന്ന പദ്യ കൃതിയുടെ കർത്താവ് സഹോദരൻ അയ്യപ്പൻ. ഉത്തേജനം എന്ന പദ്യകൃതിയുടെ കർത്താവാണ് സഹോദരൻ അയ്യപ്പൻ. മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. 1ഉം 3ഉമാണ് ശരി. തിരുവിതാംകൂറിലെ ഉന്നത ഉദ്യോഗങ്ങളിൽ തമിഴ് ബ്രാഹ്മണർ വഹിച്ചിരുന്ന അപ്രമാദിത്വത്തിനെതിരെ 10,000-ൽ-അധികം പേർ ഒപ്പിട്ട ഭീമഹർജി മഹാരാജാവിന് സമർപ്പിച്ചു. 1891-ലാണ് മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത്. കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത നേതാക്കൾ ഉൾപ്പെടുന്ന ഉത്തരം കണ്ടെത്തുക. കുഞ്ഞമ്പു നായരും ചിരുക്കണ്ടനും. കുഞ്ഞമ്പു നായർ, ചിരുക്കണ്ടൻ. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് VT ഭട്ടതിരിപ്പാട്. വേദാധികാര നിരൂപണം എന്ന ഗ്രന്ഥം രചിച്ചത് ചട്ടമ്പി സ്വാമികൾ. വേദാധികാര നിരൂപണം ചട്ടമ്പി സ്വാമികൾ. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് VT ഭട്ടതിരിപ്പാട്. കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത നേതാക്കൾ ആരൊക്കെയായിരുന്നു? കുഞ്ഞമ്പു നായർ, ചിരുക്കണ്ടൻ. 1891-ലാണ് മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത്. തിരുവിതാംകൂറിലെ ഉന്നത ഉദ്യോഗത്തിൽ തമിഴ് ബ്രാഹ്മണർ വഹിച്ചിരുന്ന അപ്രമാദിത്വത്തിനെതിരെ 10,000-ലധികം പേർ ഒപ്പിട്ട ഭീമഹർജിയായിരുന്നു മലയാളി മെമ്മോറിയൽ. ഉത്തേജനം എന്ന പദ്യകൃതിയുടെ കർത്താവാണ് സഹോദരൻ അയ്യപ്പൻ. നവോത്ഥാന നായകരും കൃതികളും ഉൾപ്പെട്ട ഗ്രൂപ്പിൽ നിന്ന് ശരിയായിട്ടുള്ള ഉത്തരം തിരഞ്ഞെടുക്കുക. വൈകുണ്ഠസ്വാമികൾ അയിലത്തിരുട്ട്. ചാവറ കുര്യാക്കോസ് ഏലിയാസ് ആത്മാനുതാപം. കേരളത്തിലെ പത്രങ്ങളും നാടകങ്ങളും അവയുടെ രചയിതാക്കളും ഉൾപ്പെടുന്ന ഗ്രൂപ്പിൽ നിന്ന് ശരിയായ ഉത്തരം കണ്ടെത്തുക. ഋതുമതി, പ്രേംജി. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് VT ഭട്ടതിരിപ്പാട്. പാട്ടബാക്കി ദാമോദരൻ്റെ ആയിരുന്നു. നവോത്ഥാന ചിന്തകരും യഥാർത്ഥ പേരുകളും താഴെ തന്നിരിക്കുന്നു. ശരിയായിട്ടുള്ള ഉത്തരം കണ്ടെത്തുക. തൈക്കാടയ്യർ സുബ്ബരായർ, ചിന്മയാനന്ദ സ്വാമികൾ, ബാലകൃഷ്ണ മേനോൻ. വാഗ്ഭടാനന്ദന്റെ പേര് വയലേരി കുഞ്ഞിക്കണ്ണൻ. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തവരുടെ കൂട്ടത്തിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. TK മാധവനും KP കേശവമേനോനും. സാമൂഹിക പരിഷ്കർത്താവായ അയ്യങ്കാളിയെക്കുറിച്ചുള്ള താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രസ്താവനകളിൽ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. 1863 തിരുവനന്തപുരത്തിനടുത്ത് വെങ്ങാനൂരിൽ ജനിച്ചു. ശരിയാണ്. പുലയരുടെ രാജാവ് എന്ന അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. 1907 സാധുജന പരിപാലന സംഘം എന്ന സംഘടന രൂപീകരിച്ചു. ശരിയാണ്. 1907 സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ്. മന്നത്ത് പത്മനാഭനെ കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. നായർ സമുദായത്തിന്റെ ഉന്നമനത്തിനു വേണ്ടി നായർ പ്രത്യേജന സംഘം രൂപീകരിച്ചു. വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണച്ച് മന്നത്തിന്റെ നേതൃത്വത്തിൽ സവർണ ജാഥ നടത്തി. കണ്ണീരും കിനവും VT ഭട്ടതിരിപ്പാടിന്റെ. ആത്മോപദേശ ശതകത്തിന്റെ കർത്താവാരാണ്? ശ്രീനാരായണ ഗുരു. കന്യാകുമാരിയിലെ ശാസ്താംകോയിലിൽ ജനിച്ച കേരളത്തിന്റെ സാമൂഹ്യ പരിഷ്കർത്താവാരായിരുന്നു വൈകുണ്ഠസ്വാമികൾ. ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദൻ സ്ഥാപിച്ചതാണ്. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകനാരായിരുന്നു? വക്കം അബ്ദുൽ ഖാദർ മൗലവി. പ്രത്യക്ഷരക്ഷാ ദീപസഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് പൊയ്കയിൽ കുമാരഗുരുദേവൻ.
വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ് മന്നത്ത് പത്മനാഭൻ. ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്ന് പോരാടിയതിന് ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റിയ മലയാളിയാണ് വക്കം അബ്ദുൽ ഖാദർ. വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച കേരളത്തിലെ നവോത്ഥാന നായകൻ അഥവാ സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യങ്കാളി. ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദൻ. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക എന്ന് ഉദ്ബോധിച്ചതാര്? ശ്രീനാരായണ ഗുരു. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക. ചുവടെ തന്നിരിക്കുന്നതിൽ ചട്ടമ്പി സ്വാമികൾ രചിച്ച ഗ്രന്ഥമേത്? പ്രാചീന മലയാളം. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ച സംഭവം ഏതാണ്? ക്ഷേത്രപ്രവേശന വിളംബരം. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് കുമാരഗുരുദേവൻ. വി ടി ഭട്ടതിരിപ്പാട് രചിച്ച അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽപ്പെടുന്നു? നാടകമാണ്. ചുവടെ തന്നിരിക്കുന്നതിൽ സി കേശവനുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവം ഏതാണ്? കോഴഞ്ചേരി പ്രസംഗം. പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചത് ചട്ടമ്പി സ്വാമികൾ. വസ്ത്രധാരണ രീതിയിലുള്ള നിയന്ത്രണങ്ങൾക്കെതിരെ കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് അയ്യങ്കാളി. വസ്ത്രധാരണ രീതിയിലുള്ള നിയന്ത്രണങ്ങൾക്കെതിരെ കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യങ്കാളി. 1936 ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിച്ച സ്ഥലമാണ് തൃശ്ശൂർ. 1936 സാമൂഹ്യ രംഗത്ത് പുതുചലനങ്ങൾ സൃഷ്ടിച്ച 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലമാണ് അരുവിപ്പുറം. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്ന മേഖലയാണ് മലബാർ. മലബാറിൽ 1930 നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രം എവിടെയായിരുന്നു? പയ്യന്നൂർ. വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് സവർണജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭൻ. തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവി. താഴെ കൊടുത്തിരിക്കുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളിൽ ഉൾപ്പെടാത്തത്. ആദിഭാഷ എന്ന ഗ്രന്ഥം രചിച്ചത് ചട്ടമ്പി സ്വാമികൾ. പൂക്കോട്ടൂർ സംഭവം എന്ന സമരവുമായി ബന്ധപ്പെട്ടത് മലബാർ കലാപം. താഴെ പറയുന്നവയിൽ ഗ്രൂപ്പിൽപ്പെടാത്തത് നിജാനന്ദ വിലാസം. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രം ഏതായിരുന്നു? പയ്യന്നൂർ. ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം നടന്നത് തൃശ്ശൂർ 1936. സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചത് സഹോദരൻ അയ്യപ്പൻ. കേരള ലിംഗൻ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് പണ്ഡിറ്റ് കറുപ്പൻ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രധാന സംഭവമാണ് സവർണ ജാഥ. കേരളത്തിൽ നടന്ന മുക്കുത്തി സമരവും അച്ചിപ്പുടവ സമരവും നയിച്ചത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ഞാൻ എന്ന ആത്മകഥ എഴുതിയത് NN പിള്ള. സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവി. കേരളത്തിലെ ആദ്യത്തെ സംഘടിത കർഷക തൊഴിലാളി സമരം ആരുടെ നേതൃത്വത്തിലായിരുന്നു? അയ്യങ്കാളി. പഞ്ചമി എന്ന ദളിത് വിദ്യാർത്ഥിനിയെ ഊരുട്ടമ്പല സ്കൂളിൽ പ്രവേശിപ്പിക്കുന്നതിന് സവർണ സമുദായക്കാർ എതിർത്തതിനെ തുടർന്നുണ്ടായ പ്രക്ഷോഭമാണ് 90-ാം ആണ്ട് ലഹള. താഴെ പറയുന്നവയിൽ രാജാറാം മോഹൻ റോയുമായി ബന്ധമില്ലാത്തവയേവ? നാല് മാത്രം. ഒഡീഷയിൽ ജനിച്ചു എന്നുള്ളത്. സതി എന്ന ദുരാചാരത്തെ ശക്തമായി എതിർത്തു. ബ്രഹ്മസമാജം സ്ഥാപിച്ചു. സ്ത്രീകളുടെ പദവി ഉയർത്തുന്നതിനായി അവർക്ക് സ്വത്തിനുമേൽ അവകാശം നൽകണമെന്ന് വാദിച്ചു. ഇത്രയും ശരിയാണ്. താഴെ പറയുന്നതിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഭാഗമായി ദണ്ഡി യാത്രയിൽ പങ്കെടുത്ത മലയാളികൾ ആരെല്ലാം? സി കൃഷ്ണൻ നായരും രാഘവ പൊതുവാൾ. അയ്യങ്കാളി ജനിച്ച വർഷം 1863 ഓഗസ്റ്റ് 28. സമപന്തി ഭോജനം സംഘടിപ്പിച്ച വൈകുണ്ഠസ്വാമികൾ. അക്കമ്മ ചെറിയാൻ എന്ന പുസ്തകം എഴുതിയത് ആർ പാർവതീദേവിയാണ് അക്കമ്മ ചെറിയാൻ എന്ന പുസ്തകം എഴുതിയത്. ആഗമാനന്ദ അന്തരിച്ച വർഷം 1961. നമ്മൾ നേരത്തെ പറഞ്ഞാന്ന് തോന്നുന്നു. 1980 അയ്യങ്കാളി പ്രതിമ വെള്ളയമ്പലത്ത് അനാച്ഛാദനം ചെയ്തത്
ഇന്ദിരാഗാന്ധി. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകനാണ് വൈകുണ്ഠസ്വാമികൾ. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം. തുവയൽ പന്തികൾ എന്നറിയപ്പെടുന്ന കൂട്ടായ്മ സ്ഥാപിച്ചത് ആരാണ്? വൈകുണ്ഠസ്വാമികൾ. സാരഞ്ജിനി പരിണയം എന്ന സംഗീത നാടകത്തിന്റെ കർത്താവ് അയ്യത്താൻ ഗോപാലൻ. ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ എ.കെ. ഗോപാലൻ. സാരംഗി പരിണയം എന്ന സംഗീത നാടകത്തിന്റെ കർത്താവാണ് അയ്യത്താൻ ഗോപാലൻ. ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ എ.കെ. ഗോപാലൻ. സാമൂഹിക സാമ്പത്തിക കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം കൊടുത്തതാണ് അയ്യങ്കാളി. ദേശസേവിക സംഘം സ്ഥാപിച്ചത് അക്കാമ ചെറിയാൻ. ദേശസേവിക സംഘം അക്കാമ ചെറിയാൻ. തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്നറിയപ്പെടുന്ന ആരാണ്? അക്കാമ ചെറിയാൻ. കേരളത്തിലെ ഝാൻസി റാണി എന്ന് ചോദിച്ചാൽ ആനി മസ്കറി. അമൃതവാണി, പ്രബുദ്ധ കേരളം എന്നീ മാസികകൾ ആരംഭിച്ചത് ആരുടെ നേതൃത്വത്തിലാണ്? ആഗമാനന്ദ സ്വാമികളുടെ. 1833 ശുചീന്ദ്രം രഥോത്സവത്തിൽ അവർണ്ണരുമൊത്ത് തേരിന്റെ വടം പിടിച്ച് പ്രതിഷേധിച്ച നവോത്ഥാന നായകനാണ് വൈകുണ്ഠസ്വാമികൾ. എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? തലശ്ശേരി. ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം 1797. കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം. ഏതു വിപ്ലവത്തിനു സാക്ഷ്യം വഹിച്ച മലയാണ് പുരളിമല? പഴശ്ശി വിപ്ലവം. കേരളത്തിന്റെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത്? കേരളത്തിന്റെ വിവേകാനന്ദൻ ആഗമാനന്ദ സ്വാമികൾ. 1114 കഥ എന്ന കൃതി രചിച്ചത് അക്കാമ ചെറിയാൻ. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിലെ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യത്തെ വനിത? ആൻസർ അക്കാമ ചെറിയാൻ. 1909 അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് എവിടെയാണ്? വെങ്ങാനൂർ. ശ്രീരാമകൃഷ്ണ മിഷന്റെ കേരള ഘടകത്തിലെ സജീവ പ്രവർത്തകനായിരുന്ന നവോത്ഥാന നായകനാണ് ആഗമാനന്ദ സ്വാമികൾ. കേരളത്തിലെ ആദ്യത്തെ സംഘടിത കർഷക തൊഴിലാളി സമരം ആരുടെ നേതൃത്വത്തിലായിരുന്നു? അയ്യങ്കാളി. പഞ്ചമി എന്ന ദളിത് വിദ്യാർത്ഥിനിയെ ഊരുട്ടമ്പലം സ്കൂളിൽ പ്രവേശിപ്പിക്കുന്നതിനെ സവർണ സമുദായക്കാർ എതിർത്തതിനെ തുടർന്നുണ്ടായ പ്രക്ഷോഭമാണ് 90-ാം ആണ്ട് ലഹള. ഇത്രയായിരുന്നു ക്വസ്റ്റ്യൻസ്. താങ്ക് യു.